പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഈ മാസം 13-ന് കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന് റിപ്പോർട്ട്. ഫ്രാൻസ് സന്ദർശനത്തിന് ശേഷം ഫെബ്രുവരി 12-ന് വൈകുന്നേരം മോദി വാഷിംഗ്ടൺ DC-യിലെത്തും. 14 വരെ അദ്ദേഹം അമേരിക്കയിൽ തങ്ങും. മോദിക്ക് വൈറ്റ് ഹൌസിൽ അത്താഴ വിരുന്നൊരുക്കുമെന്നും സൂചനയുണ്ട്. അനധികൃത കുടിയേറ്റം അടക്കമുള്ള വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയിൽ ലോക്സഭയിൽ ബഹളം. മോദിയെ ക്ഷണിക്കാൻ ആവശ്യപ്പെട്ട് വിദേശകാര്യമന്ത്രിയെ അമേരിക്കയിലേക്ക് അയച്ചെന്ന് രാഹുൽ നുണ പ്രചരിപ്പിക്കുന്നുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നുണ പ്രചരിപ്പിക്കുകയാണെന്നും തന്റെ അമേരിക്കൻ സന്ദർശനത്തെക്കുറിച്ചുള്ള വാക്കുകൾ രാജ്യത്തിന്റെ അന്തസ്സ് തകർക്കുന്നതെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിക്കാൻ തന്നെ ദൂതനാക്കി അയച്ചെന്നാണ് ലോക്സഭയിൽ രാഹുൽ ഗാന്ധി ആരോപിച്ചത്. ഇന്ത്യയുടെ ഉൽപാദനം വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ, സാങ്കേതിക വിദ്യയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നെങ്കിൽ US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സ്ഥാനാരോഹണം നടത്തുന്ന ചടങ്ങിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ക്ഷണം ലഭിക്കാനായി 3-4 തവണ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ അയക്കേണ്ടി വരുമായിരുന്നില്ല. US പ്രസിഡന്റ് തന്നെ ഇവിടെ എത്തി നേരിട്ട് ക്ഷണിക്കുമായിരുന്നുവെന്നാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞത്. ഈ പരാമർശത്തിനെതിരെയാണ് ജയശങ്കർ രംഗത്തെത്തിയത്. രാജ്യത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ മോദി സർക്കാരിന് കഴിഞ്ഞില്ലെന്നും സാങ്കേതിക രംഗത്തെ വിപ്ലവം എന്നത് വെറും അവകാശവാദം മാത്രമാണെന്നും രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പറഞ്ഞു. ചൈനീസ് പട്ടാളം ഇന്ത്യൻ മണ്ണിൽ കടന്നുകയറിയെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയോട് വിവരങ്ങൾ എവിടെ നിന്ന് കിട്ടിയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ചോദിച്ചു. പദവിയുടെ ഗൗരവം കാണിക്കണമെന്നും കേന്ദ്രമന്ത്രി ഓർമ്മിപ്പിച്ചു. രാജ്യത്ത് എല്ലായിടത്തും ജാതി സെൻസസ് നടപ്പാക്കണമെന്നും പിന്നാക്കക്കാരെ മുൻനിരയിലേക്ക് കൊണ്ടുവരണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, അമൃത TV.